Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about risk response, the fourth step included in the process of risk management. Risk identification, risk analysis, and risk assessment will be of no use if there is no timely response or reaction from the project manager and his team. If there is no timely interference from the manager, mitigation of risk attached to the project will be impossible. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന പല പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിസ്ക് ഐഡൻറ്റിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു, റിസ്ക് അനലൈസിസിനെ കുറിച്ച് പറഞ്ഞു, റിസ്ക് അസസ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ഈ 3 സ്റ്റെപ്സും ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ റിസ്ക് റെസ്പോൺസ് എന്ന പ്രോസസ്സ് കണ്ടക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി റിസ്കിനെ ഒരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റിസ്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് വിൽ ബി ഇംപോസിബിൾ. നമ്മളൊരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റിസ്കിനെ ഐഡൻറ്റിഫൈ ചെയ്തു, അതിനെ അനലൈസ് ചെയ്തു, അസസ് ചെയ്തു. എന്നാൽ കൃത്യമായിട്ട് ഈ റിസ്കിനനുസരിച്ച് പ്രോജക്റ്റ് മാനേജേഴ്സ് റെസ്പോണ്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ റിസ്കിനെ കൺട്രോൾ ചെയ്യാനോ മിറ്റിഗേറ്റ് ചെയ്യാനോ സാധിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് റിസ്ക് റെസ്പോൺസ് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Risk response is the process of developing strategic options and determining actions to enhance opportunities and reduce threats to the project objectives. It is the process of controlling identified risk. അപ്പോൾ റിസ്ക് റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുകയാണ്. അതായത് കഴിഞ്ഞ സ്റ്റെപ്പുകളിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുള്ള റിസ്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തു, അതിനെ അസസ് ചെയ്തു, അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം റിസ്ക് റെസ്പോൺസ് നമ്മൾ ചെയ്യുന്നത് ഈ റിസ്കിനെ എങ്ങനെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ ഈ റിസ്കിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുക. ഒരു റിസ്ക് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ആയി മാറാം, അതൊരു ത്രെറ്റായി മാറാം. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യണം, ത്രെറ്റ് ആണെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യണം. ഇത്തരത്തിൽ ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ റിസ്ക് റെസ്പോൺസിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് whereby stakeholders decide the ways of dealing with each risk. ഒരു പ്രോജക്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഇൻഡിവിജ്വലി ഓരോ റിസ്കിനെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിസ്ക് റെസ്പോൺസ് എന്ന് പറയുന്നത്. A project team member is assigned to take responsibility for each risk response. ഓരോ റിസ്കിനെയും കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ റിസ്കിന് തക്കതായ റെസ്പോൺസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ഒരു പ്രോജക്റ്റ് ടീം മെമ്പറിന് അസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ്. There are number of possible responses to risk. Risk may be threat or opportunity. Specific response should be taken for each cases. റിസ്ക് പല തരത്തിലുണ്ടാകും. ഒരു പ്രോജക്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റിസ്ക് ചിലപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആവാം, ചിലപ്പോൾ അതൊരു ത്രെറ്റ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഓരോ റിസ്കിനെയും ഇൻഡിവിജ്വലി നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യണം, ത്രെറ്റ് ആണെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലി ഓരോ റിസ്കിനെയും സ്പെഷ്യൽ കേസസ് ആയി കൺസിഡർ ചെയ്ത് റെസ്പോൺസ് പ്ലാൻ ചെയ്യണം. Project risk response is defined as the process of controlling identified risk whereby the stakeholders decide the ways of dealing with each risk. അപ്പോൾ ടോട്ടലി പ്രോജക്റ്റ് റിസ്ക് റെസ്പോൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് കൺട്രോളിങ് ഐഡൻറ്റിഫൈഡ് റിസ്ക്. നമ്മൾ ഇതിന് മുമ്പുള്ള സ്റ്റേജുകളിൽ ഐഡൻറ്റിഫൈ ചെയ്ത റിസ്കിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിസ്ക് റെസ്പോൺസ്. ഓരോ ഇൻഡിവിജ്വൽ റിസ്കിനെയും എങ്ങനെ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ ആ റിസ്കിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിസ്ക് റെസ്പോൺസ് എന്ന് പറയുന്നത്. Now let us see the different techniques of responding to project risk. When the risk is threat or having a negative impact, these are the different techniques used. Risk avoidance. The risk is avoided by changing the project in some way to bypass the risk. The project manager takes steps through changing the project scope and objectives. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിസ്ക് ആ ഒരു പ്രോജക്റ്റിന് ത്രെറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതിൽ ഫസ്റ്റ്
ഫസ്റ്റ് ടെക്നിക്കാണ് റിസ്ക് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. റിസ്ക് അവോയ്ഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ റിസ്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രോജക്റ്റിൽ ചേഞ്ചുകൾ വരുത്തുക. ആ പ്രോജക്റ്റിൻ്റെ സ്കോപ്പിലും ഒബ്ജക്റ്റീവ്സിലും എല്ലാം പ്രോജക്റ്റ് മാനേജേഴ്സ് ചേഞ്ച് വരുത്തുന്ന ഒരു പ്രോസസ്സാണ് റിസ്ക് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ആ റിസ്ക് ഉണ്ടായാൽ തന്നെ അതിൽ നിന്നും ഒഴിവായി പോകുന്ന രീതിയിലേക്ക് ചേഞ്ചസ് വരുത്തി ആ പ്രോജക്റ്റിൽ നിന്നും റിസ്കിൽ നിന്നും അവോയ്ഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിസ്ക് അവോയ്ഡൻസ്. റിസ്ക് റിഡക്ഷൻ. The risk cannot be completely avoided, but the impact can be reduced. This can be done through changes in the project scope and project plan. അപ്പോൾ ചില കേസുകളിൽ റിസ്കിനെ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ റിസ്കിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ റിസ്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള ഇമ്പാക്റ്റ് കുറയ്ക്കാനുള്ള ശ്രമം നടത്തുക. ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് ആ പ്രോജക്റ്റിൻ്റെ സ്കോപ്പിലും ആ പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത രീതിയിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ആ റിസ്കിലെ ഇമ്പാക്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. റിസ്ക് ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി ഓഫ് ട്രാൻസ്ഫറിംഗ് റിസ്ക് ടു എ തേർഡ് പാർട്ടി. ഇറ്റ് ഈസ് ഡൺ ബൈ സബ് കോൺട്രാക്ടിംഗ്, ഇൻഷുറൻസ്, വാറണ്ടീസ് എക്സെട്ര. റിസ്കിനെ അവോയ്ഡ് ചെയ്യുന്ന മറ്റൊരു ടെക്നിക്കാണ് റിസ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഒരു പ്രോജക്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്കിനെ മൊത്തത്തിൽ ഏറ്റെടുക്കാതെ അതിൻ്റെ ഷെയർ ചെയ്യുക, മറ്റ് കമ്പനീസുമായിട്ട് സബ് കോൺട്രാക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കുക, വാറണ്ടീസ് പ്രൊവൈഡ് ചെയ്യുക. ഇത്തരത്തിൽ റിസ്കിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ റിസ്കിനെ ഷെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിസ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. റിസ്ക് അക്സെപ്റ്റൻസ്. വെൻ റിസ്ക് ഈസ് unimportant or has less probability of occurrence, or it is not possible to respond to it, the firm may be prepared to bear the cost of impact if it occurs. ചില കേസുകളിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ അതിനൊരു റിസ്കിന് ഇമ്പാക്റ്റ് കുറവാണ് എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ കമ്പനി എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ചേഞ്ചസ് ഒന്നും വരത്തില്ല. ആ റിസ്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ റിസ്കിന് ഉണ്ടാവാൻ സാധ്യതയുള്ള കോസ്റ്റ് അത് കുറവായതുകൊണ്ട് തന്നെ അതങ്ങ് ബെയർ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ് റിസ്ക് അക്സെപ്റ്റൻസ്. ആ റിസ്കിനെ അക്സെപ്റ്റ് ചെയ്യുക. വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ റിസ്കിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിസ്ക് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. റിസ്ക് മിറ്റിഗേഷൻ. Reducing the probability of impact of risk to an acceptance level. റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ആ റിസ്കിനുണ്ടാവാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റിനെ കുറച്ച് കൊണ്ടുവരിക. അത്തരത്തിൽ ഒരു കമ്പനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ആ റിസ്കിൻ്റെ ഇമ്പാക്റ്റിനെ കുറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു പ്രോജക്റ്റിൽ ഉണ്ടാകുന്ന റിസ്ക് ത്രെറ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്ക് ആണെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ടെക്നിക്സ് ആണ് റിസ്ക് അവോയ്ഡൻസ്, റിസ്ക് റിഡക്ഷൻ, റിസ്ക് ട്രാൻസ്ഫർ, risk acceptance and risk mitigation. When the project risk is an opportunity, certain techniques are used. Risk enhancement. The strategy is adapted when risk is expected to provide opportunities and benefits. Steps are taken to increase the probability of occurring this risk and the positive impact it could have. അപ്പോൾ ഈ ഒരു കേസിൽ റിസ്ക് ഒരു പ്രോജക്റ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന റിസ്ക് അതൊരു ത്രെറ്റിനെക്കാട്ടിൽ കൂടുതൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ എന്തൊക്കെ ടെക്നിക്സ് ആണ് നമ്മൾ റിസ്ക് റെസ്പോൺസിനകത്ത് ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് റിസ്ക് എൻഹാൻസ്മെൻറ്റ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാനുള്ള സ്ട്രാറ്റജീസ് ഫോം ചെയ്യുക. അതായത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു റിസ്ക് ആണെങ്കിൽ അത് ഒക്കറൻസ് ഉള്ള സാധ്യത ഇൻക്രീസ് ചെയ്യുക, അതിന് ഇമ്പാക്റ്റ് പോസിറ്റീവ് ഇമ്പാക്റ്റ് പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. Risk exploitation. A project could be adjusted to take advantage of a change in technology or a new market. ഒരു പ്രോജക്റ്റിൽ ഉണ്ടാകുന്ന റിസ്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ അതിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതിൽ നിന്നുള്ള അഡ്വാൻറ്റേജ് കൂടുതലായിട്ട് ഉൾക്കൊള്ളാനായിട്ട്. അതായത് പുതിയൊരു ചേഞ്ച് ഇൻ ടെക്നോളജി അല്ലെങ്കിൽ ന്യൂ മാർക്കറ്റ് എന്ന തരത്തിലാണ് റിസ്ക് എന്നുണ്ടെങ്കിൽ ആ റിസ്കിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിൽ നിന്നും ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് റിസ്ക് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. റിസ്ക് ഷെയറിംഗ്. An opportunity is shared with a partner to maximize the benefits through use of shared resources or technology. നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി റിസ്ക് ഓപ്പർച്യൂണിറ്റി എന്ന് കൊണ്ട് നമ്മൾ കൂടുതലായി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ആ ഒരു റിസ്കിനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമുണ്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ മറ്റ് പാർട്ട്നേഴ്സിനെയും കൂടെ ജോയിൻ ചെയ്ത് മാക്സിമം അതിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് അത് ബെനഫിഷ്യൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റായി മാറ്റുന്നൊരു മെത്തേഡാണ് റിസ്ക് ഷെയറിംഗ് എന്ന് പറയുന്നത്. റിസ്ക് റെസ്പോൺസ് ഓഡിറ്റ്. This is conducted to assess the effectiveness of risk response plans. നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസ്ക് റെസ്പോൺസ് പ്ലാൻസിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിസ്ക് റെസ്പോൺസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. റിസ്ക് റിജക്ഷൻ. Under rejection plan, no action is taken and the chance to gain from the opportunities is rejected.
contingency plan may be put in place if the opportunity occurs. റിസ്ക് റിജക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് യാതൊരുവിധ ആക്ഷനും എടുക്കുന്നില്ല. ബട്ട് ഇൻ കേസ് ആ ഒരു റിസ്ക് നടക്കുകയാണ്, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനുള്ള കണ്ടിജൻസി പ്ലാൻസും ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് റിസ്ക് റിജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു റിസ്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഒരു റിസ്ക് റെസ്പോൺസിന് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്? റിസ്ക് എൻഹാൻസ്മെന്റ്, റിസ്ക് എക്സ്പ്ലോയിറ്റേഷൻ, റിസ്ക് ഷെയറിംഗ്, റിസ്ക് റെസ്പോൺസ് ഓഡിറ്റ് ആൻഡ് റിസ്ക് റിജക്ഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ 4ാമത്തെ സ്റ്റെപ്പായ റിസ്ക് റെസ്പോൺസിനെ കുറിച്ചാണ് പഠിച്ചത്. ഒരു പ്രോജക്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്കിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ അതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യണം, ഒരു ത്രെറ്റ് ആണെങ്കിൽ അതിനെ എങ്ങനെ റിഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് റിസ്ക് റെസ്പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്യുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. വാട്ട് യു മീൻ ബൈ റിസ്ക് റെസ്പോൺസ്, വാട്ട് ആർ ദ ടെക്നിക്സ് ഓഫ് റെസ്പോണ്ടിങ് ടു പ്രോജക്റ്റ് റിസ്ക്. അപ്പോൾ നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. Thank you for listening. Have a nice day.